എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്ന് വളരെ വളരെ കൗതുകമുള്ളൊരു വാർത്ത വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് അവിടെ ചില തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ആ തയ്യാറെടുപ്പ് ഒരു വാർത്തയാകുന്നത് എങ്ങനെയാണ് എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാം. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് തലക്കെട്ടുകളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ വരവിനെ തുടർന്ന് ആലപ്പുഴ ബീച്ചിലെ കടകൾക്ക് ഷട്ടർ. കടുത്ത പ്രതിഷേധത്തിൽ ചെറുകിട കച്ചവടക്കാർ. നമ്മളൊരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അന്നന്ന് കഴിയുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അല്ല, ഞങ്ങളൊന്നും ഇതുകൊണ്ട് കൊണ്ടുപോയി ആ ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് ഇടാനൊന്നുമില്ല. അന്നന്ന് കിട്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തി വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പിണറായി പങ്കെടുക്കുന്ന KPMSന്റെ പരിപാടി വൈകിട്ട്. തഹാവൂർ റാണയ്ക്കെതിരെ തെളിവുകളുമായി NIA. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് അയച്ച ഇമെയിലുകൾ കോടതിയിൽ ഹാജരാക്കി. റാണ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ. കോടതി നടപടി പൂർത്തിയാക്കിയത് അർദ്ധരാത്രിയോടെ. കൊച്ചിയിൽ അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ തല്ലി. സംഘർഷം എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ. ബാർ അസോസിയേഷൻ പരിപാടിയിലേക്ക് SFI പ്രവർത്തകർ നുഴഞ്ഞുകയറിയെന്ന അഭിഭാഷകർ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയെന്ന് SFI. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. അർബുദബാധിതനായി ചികിത്സയിലായിരിക്കെ. വീട്ടുപ്രസവങ്ങളിൽ അന്ധവിശ്വാസത്തെ ന്യായീകരിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് പ്രതികരിക്കാതെ കോൺഗ്രസും മുസ്ലിം ലീഗും. പേരെടുത്തു പറയാതെ വിമർശിച്ച CPM. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന BJP. ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ പോലെയെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നു. 4ാം വാർഷികാഘോഷത്തിലെ ചെലവിനെതിരെയും വിമർശനം. ചൈനയ്ക്കെതിരെ ചുമത്തിയത് 145% പകരച്ചുങ്കമെന്ന് വൈറ്റ് ഹൌസ്. ചൈന മുന്നോട്ട് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ട്രംപ്. US സിനിമകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ ചൈന. അമേരിക്കൻ ഓഹരി വിപണി കൂപ്പുകുത്തുന്നു. അമിത്ഷാ ഇന്ന് തമിഴ്നാട് BJP അധ്യക്ഷനെ പ്രഖ്യാപിക്കും. AIADMK സഖ്യത്തിൽ എടപ്പാടി പളനിസ്വാമിയുമായി ചർച്ച. IPLൽ ഡൽഹിക്ക് തുടർച്ചയായ 4ാം ജയം. ബംഗളൂരുവിനെ തകർത്തത് 6 വിക്കറ്റിന്. ഇന്ന് ധോണിയുടെ ചെന്നൈ കൊൽക്കത്തയെ നേരിടും. ഈ പ്രഭാതത്തിൽ ആദ്യം വരുന്ന വിയോഗ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 4:30 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഏറ്റവും താഴെത്തട്ട് KSU മുതൽ തന്നെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം, KPCC രാഷ്ട്രീയ കാര്യസമിതി വരെയും വീക്ഷണത്തിന്റെ തലപ്പത്തുമൊക്കെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്നു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. രോഗനില വഷളാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഇന്ന് പുലർച്ചെ 4:30 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ മറ്റ് പൊതുദർശനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടില്ല. സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ്
നടക്കുമെന്നാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ വീട്ടുവളപ്പിൽ വൈകിട്ട് നേരത്തോടുകൂടി നടക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ശ്രീജ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ താഴെത്തട്ടിൽ നിന്ന് നടന്ന് കയറി വന്ന ഒരു നേതാവാണ്. കോൺഗ്രസിൻ്റെ അതേ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതവേ മിതഭാഷിയായ ഒരാളാണ് അദ്ദേഹം. വീക്ഷണം പത്രത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു. അദ്ദേഹം 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയം സംബന്ധിയായ കാര്യങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം 2019, മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയങ്ങൾ ഉൾപ്പെടെ 3 പുസ്തകങ്ങളുടെ കൂടി രചയിതാവാണ് ഡോക്ടർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ വളരെ സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു. ഒരുപക്ഷെ പാർലമെൻ്ററി രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു അടയാളപ്പെടുത്തലൊന്നും അദ്ദേഹം നടത്തിയിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം നിയമസഭയിലേക്കും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലേക്കും രാജ്യസഭയിലേക്കുമെല്ലാം ഓരോ തവണ മത്സരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ തന്നെ അങ്ങനെ വലിയ ഒരു അധികാരത്തിന് സീമകളിൽ നിന്ന് അദ്ദേഹം മാറി നടന്ന ഒരാൾ തന്നെയാണ്. എപ്പോഴും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം തന്നെ തൻ്റെ സൗഹൃദം പങ്കുവച്ചും എല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്ന എല്ലാവരോടും തന്നെ അദ്ദേഹം സൗഹൃദവും സ്നേഹവും എല്ലാം പങ്കുവച്ച ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിതവാദിയായ സൗഹൃദങ്ങളുടെ ഒരു സൗമ്യമായ ചിരി തന്നെയാണ് കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത്. അദ്ദേഹം എല്ലാവരുമായും വളരെ അടുത്ത സൗഹൃദം സൂക്ഷിച്ച് ആഴത്തിൽ സൗഹൃദം, രാഷ്ട്രീയ ഭേദമന്യേ ആ സൗഹൃദം പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ഇഴയെടുപ്പം തന്നെയാകും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിലും കാണാൻ കഴിയുക. എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്വദേശമായ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വിപുലമായ രീതിയിൽ സൗഹൃദങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ നാട്. അദ്ദേഹം അവിടെ DCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രസ് ക്ലബ് ഭാരവാഹി തുടങ്ങിയ വിവിധ മേഖലകളിലെല്ലാം തന്നെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക്, രാഷ്ട്രീയ ഭേദമന്യുള്ള സൗഹൃദങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇന്ന് പുലർച്ചെയാണ് ചികിത്സയിലായിരുന്ന രാജശേഖരൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ശ്രീജ, അദ്ദേഹം പൊതുദർശനമൊന്നും വേണ്ട എന്ന ആഗ്രഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പം എങ്ങനെയായിരിക്കും മറ്റു കാര്യങ്ങൾ എന്ന വിവരങ്ങൾ വരുന്നുണ്ട്? അതായത് എപ്പോഴായിരിക്കും അവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുക? അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം കൊല്ലമാണ്, അവിടേക്ക് കൊണ്ടുപോവുക. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നുണ്ടോ? ശ്രീജ, ഇതിൽ ഒരു കാര്യം, പൊതുദർശനം വേണ്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇവിടെ ഇടപ്പള്ളി അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇതുപോലെ അവരുടെ ഒരു വിയോഗത്തിൽ ആശുപത്രിയിൽ തന്നെ ചില ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ആ രീതിയിലേക്കൊന്നും ആശുപത്രിയിലും അത്തരമൊരു തയ്യാറെടുപ്പുകളില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ നമുക്കറിയാൻ കഴിയും. ഈ സാഹചര്യത്തിൽ അറിയുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ ക്രമത്തിൽ മാറ്റമുണ്ടായേക്കാം. കൊല്ലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെയുള്ള അന്തിമ കർമ്മങ്ങളോടനുബന്ധിച്ചുള്ള പൊതുദർശനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമൃത ആശുപത്രിയിൽ തന്നെയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ തന്നെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ സൗമ്യ മുഖങ്ങളിലൊന്ന് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. അദ്ദേഹം KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു. വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വളരെ സഫലമായ ഒരു കർമ്മപഥം പൂർത്തിയാക്കി മടങ്ങുകയാണ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ. നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി കൊച്ചിയിൽ ഏറെ വൈകി അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്കുണ്ട്. എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ അർദ്ധരാത്രിയിലാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടിയത്. വിവരങ്ങളുമായി ഡാനി പോൾ തന്നെ ചേർന്നു. ഡാനി, രാവിലെ തന്നെ ഇങ്ങനൊരു ഏറ്റുമുട്ടലിന്റെയും സംഘർഷത്തിന്റെയും ഒക്കെ വാർത്ത വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ 2 വേർഷൻസ്, അഭിഭാഷകരുടെ വേർഷൻ ഒരെണ്ണം കേൾക്കുന്നു, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി SFI പ്രവർത്തകരുടെ മറ്റൊരു വേർഷൻ കേൾക്കുന്നുണ്ട്. ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? നമുക്ക് ഇതിന് നടുക്ക് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ശ്രീജ, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് 2 പേരും വാദങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. 2 പേരും വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച്
ഇന്നലെയുള്ള ഈ സംഘർഷത്തിൽ 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 വിഭാഗവും 2 വ്യത്യസ്ത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഈ SFIയുടെ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഉണ്ടായിരുന്നത് മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ ഇന്ന് നടക്കുന്ന ഒരു പരിപാടിയോടെ ഒരു അന്തിമവട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയായിരുന്നു. അപ്പോൾ ഈ ജില്ലാ കോടതി വളപ്പ് എന്ന് പറയുന്നത് അതിലിടുന്നത് ഇപ്പോൾ ഈ മഹാരാജാസിൻ്റെ ക്യാമ്പസുമായിട്ട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയുമെല്ലാം തന്നെ ഈ ഭാഗത്തുണ്ട്. ഇന്നലെ ബാർ അസോസിയേഷൻ വാർഷികാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ അഭിഭാഷകർ പറയുന്നത് അവരുടെ വാദം ഇങ്ങനെയാണ്. അവിടെ ഭക്ഷണവും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരുന്നു. അപ്പോൾ ഈ അനുമതിയില്ലാതെ കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരികയും അവർ ഭക്ഷണം കഴിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിനെ ആരും തന്നെ തടഞ്ഞില്ല. അതങ്ങനെ ഈ ആഘോഷവേളയിലെല്ലാം തന്നെ അങ്ങ് ചിലപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. തങ്ങൾ ആരും അതിനെ തടഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ ചില അഭിഭാഷകരോട് മോശമായി വിദ്യാർത്ഥികൾ പെരുമാറി ഇത് ചോദ്യം ചെയ്തതാണ് പിന്നീട് സംഘർഷത്തിലേക്കെല്ലാം തന്നെ നീങ്ങിയതെന്നാണ് അഭിഭാഷകരുടെ ഒരു വാദമായിട്ട് പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾ അതുവഴി കടന്നു പോകുമ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ചില ഇന്ന് നടക്കേണ്ട പരിപാടിയുടെ ഭാഗമായിട്ട് കോളേജിൽ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടെല്ലാം എത്തിയതാണ്. അവരോട് മോശമായിട്ട് പെരുമാറി, ചിലർ മദ്യപിച്ചുകൊണ്ട് പെരുമാറി എന്നത് അഭിഭാഷകരും ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും മറുവാദമായിട്ടെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഈ രീതിയിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് വാദപ്രതിവാദങ്ങൾ ഉള്ളത്. പക്ഷേ സംഘർഷമുണ്ടായിരിക്കുന്നു. കോടതി വളപ്പിൽ തന്നെയാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അത് പുലർച്ചെ വരെ ഏതാണ്ട് 2:30 മണിവരേക്കെല്ലാം തന്നെ നീണ്ടു നിന്നിരുന്നു. അവിടേക്ക് അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറുടെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം എത്തിയിട്ട് പോലും അവരുടെ മുന്നിൽ വെച്ച് പോലും ഈ സംഘർഷം തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് നീണ്ടു. അഭിഭാഷകർ പറയുന്നത് ഈ വിദ്യാർത്ഥികൾ അവരെ വടിയുമായിട്ടെല്ലാം തന്നെ പിന്നീട് സംഘടിച്ചെത്തുകയും മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തതായിട്ട് അഭിഭാഷകരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളും പറയുന്നു. എന്തായാലും വലിയ രീതിയിലൊരു സംഘർഷം തന്നെ ഈ കോടതി വളപ്പിനകത്ത് വെച്ച് ചേർന്ന് നടന്നിരുന്നു. ഏതായാലും 2 വിഭാഗവും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. 16 വിദ്യാർത്ഥികളും 8 അഭിഭാഷകരും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അഭിഭാഷകരുടെ പ്രതിഷേധമടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തും സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആ പരിസരത്ത് ആ വേദിയിലുണ്ടായിരുന്ന കസേരയും മറ്റുമെല്ലാം തന്നെ തല്ലി ഒടിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ അതെല്ലാം തന്നെ തല്ലി തകർത്തിട്ടുണ്ട്. നിലവിലും പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് പുലർച്ചയിലേക്കാവുന്നു. അഭിഭാഷകരും എത്തും, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് വിദ്യാർത്ഥികളും സംഘടിച്ചെത്തും. അപ്പോൾ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസും അവിടെ നിലയുറപ്പിക്കുന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രി വലിയ അനിഷ്ട സംഭവങ്ങളാണ് നഗര മധ്യത്തിൽ തന്നെ ഉണ്ടായത്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അത് SFIയുടെ നേതൃത്വത്തിലെന്ന് അഭിഭാഷകർ പറയുന്നു. അഭിഭാഷകർ ഒരു വിഭാഗം അങ്ങനെ സംഘടിച്ചെത്തി കൂട്ട സംഘർഷത്തിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. പോലീസിൻ്റെ ഇടപെടൽ കൊണ്ടും ആദ്യഘട്ടത്തിൽ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് വാസ്തവം. ഡാനി, ഈ ഇപ്പോൾ പരിക്കേറ്റ് സ്വാഭാവികമായും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ 2 വിഭാഗവും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പരിക്ക് ഏതെങ്കിലും സാരമായ പരിക്കാണോ? കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നതനുസരിച്ച് അവിടെ ആക്രമിക്കാൻ കൊണ്ടുവന്ന വടി, പൊട്ടിക്കിടക്കുന്ന കസേര, അങ്ങനെ പലതും കാണാനുണ്ട്. രണ്ട് വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റതായിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റ് വിദ്യാർത്ഥി നേതാക്കളെല്ലാം തന്നെ പറയുന്നത് വലിയ രീതിയിലൊരു ഗുരുതരാവസ്ഥയിൽ പരിക്കിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു മാരകമായ രീതിയിലേക്ക് അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം കാര്യമായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് അഭിഭാഷകർക്കും പരിക്കേറ്റതായിട്ടാണ് അവരും അറിയിക്കുന്നത്. പക്ഷേ ഒരു വലിയ രീതിയിൽ ജീവന ഭീഷണിയുള്ള രീതിയിലേക്കൊന്നും ആരുടെയും പരിക്കിൻ്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല. പക്ഷേ 2 ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഓടിച്ചിട്ട് തല്ലുക എന്നെല്ലാം പറയില്ലേ, അതേപോലുള്ള ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പോയിരുന്നു. കയ്യിൽ കിട്ടിയ കസേരയാണോ വടിയാണെന്ന് നോക്കാതെ തന്നെ പരസ്പരം തല്ലി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് അറിഞ്ഞുകൊണ്ട് ഈ പരിസരത്തേക്കെല്ലാം തന്നെ അർദ്ധരാത്രി തന്നെ സംഘടിച്ച് എത്തുന്ന രീതിയിലേക്ക് വന്നിരുന്നു. അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് മോശമായിരുന്നില്ല. ഏതായാലും പോലീസ് പാടുപെട്ട് വളരെ പണിപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്ന് തന്നെയാണ്. കാര്യങ്ങൾ ഈ ഒരു അന്തരീക്ഷം ശാന്തമാക്കുന്നതിന് പോലീസിന് വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വന്നു എന്നതാണ്. അങ്ങനെ 2 വിഭാഗത്തെയും അവിടെ നിന്ന് പിരിച്ചയച്ചു.
പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചിലർ എറണാകുളം ജനറൽ ആശുപത്രിക്ക്, മറ്റു ചിലർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ നേർക്ക് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് നേരെ നടത്തിയ അവരോട് മോശമായി പെരുമാറിയതാണ് തങ്ങൾക്ക് പ്രകോപിതമാകാനുള്ളൊരു കാരണം. അത് ചോദ്യം ചെയ്താണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോയെന്ന് പറയുന്നു. എന്നാൽ അഭിഭാഷകർ അങ്ങനെയല്ല, ഈ കുട്ടികൾ ഇവിടേക്ക് വരികയും അവിടെ ഒരു DJ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഇവരെ യാതൊരു അനുമതിയുമില്ലാതെ തന്നെ അതിലെല്ലാം പങ്കെടുക്കുകയും അത് പിന്നീട് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇടപെടേണ്ടി വന്നതെന്നാണ് അഭിഭാഷകരിൽ ഒരു വിഭാഗം തന്നെ പറയുന്നത്. എന്തായാലും വലിയ സംഘർഷമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. പോലീസ് വളരെ പണിപ്പെട്ടാണ് രണ്ട് വിഭാഗത്തെയും തന്നെ നിയന്ത്രിച്ചത്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എറണാകുളം മഹാരാജാസ് കോളേജും ജില്ലാ കോടതി വളപ്പും ഒരൊറ്റ തൊട്ടടുത്ത കോമ്പൗണ്ടുകളാണ്. ഒരു മതിൽ ഷെയർ ചെയ്യുന്ന 2 കോമ്പൗണ്ടുകളാണ്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. 2 കൂട്ടരും ഉന്നയിക്കുന്നത് പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ്. അങ്ങോട്ടാണ് ആക്രമിച്ചതെന്ന് അഭിഭാഷകർ പറയുന്നു. അവിടെ കയറി ചെന്ന് SFI പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കി, അവിടുത്തെ വനിതകളോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നു. എന്നാൽ ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയെന്നതാണ് SFI പ്രവർത്തകരുടെ ആരോപണം. എന്തായാലും രാത്രി കൂട്ടത്തല്ലായിരുന്നു. കുറേ പേർ ആശുപത്രിയിലുമായിട്ടുണ്ട്. 2 വേർഷനും അപ്പുറത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തേതുപോലെയെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. കൂട്ടുകക്ഷി ഭരണമാണെന്ന് മറക്കുന്നു. മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയാണ് മുന്നോട്ട് പോക്ക്. സർക്കാർ വാർഷികത്തിലും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നടക്കുന്നു. 4ാം വാർഷികത്തിന്റെ ചെലവ് ഭീമമെന്നും വിമർശനമുയർന്നു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, പലപ്പോഴും ദുർബലമായെങ്കിലും ഇത്തരം ശബ്ദങ്ങൾ ഉയരാറുള്ളത് CPIയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അത് അടുത്തിടെ നോക്കുമ്പോൾ അങ്ങനെ കാര്യമായ വിമർശനങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ മുന്നോടിയായി നടക്കുന്ന നേതൃയോഗം എന്ന നിലയ്ക്ക് എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ LDFിലെ ഭരണത്തിനെതിരെ ഉയർന്നത്? അതിൽ തന്നെ CPMനെതിരെ അക്കമിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുന്നണിയുടെ പ്രവർത്തനത്തിൽ പൊതുവിൽ വിമർശനമാണ് ഉയരുന്നത്. കാരണം മുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ പോലെയാണ്. CPM പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കും. മാത്രമല്ല, പലപ്പോഴും പ്രചരണ പരിപാടികളിൽ പോലും മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി മാത്രമാണ് പ്രചരണം. മറ്റു മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല. അവിടെയാണ് രാജഭരണത്തോട് സാമ്യമുള്ള രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഭരണമെന്ന വിമർശനം CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇന്നലെ ഉയർന്നത്. ഇപ്പോൾ സർക്കാർ 4ാം വാർഷികം വിപുലമായി ആചരിക്കുകയാണ്. അതിന്റെ ചെലവുകൾ സംബന്ധിച്ചും വലിയ വിമർശനം സംസ്ഥാന കൗൺസിൽ ഇന്നലെ ഉയർന്നു വന്നു. ഭീമമായ ചെലവാണ്, ലക്ഷങ്ങളാണ് സ്റ്റേജുകൾക്ക് വേണ്ടി മാത്രം. ചില ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം 16 ലക്ഷം രൂപയൊക്കെ സ്റ്റേജിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഇത്ര ചെലവെന്തിനാണ്? അവിടെയും ഈ ഫ്ലെക്സ് ബോർഡുകളിലും ഹോർഡിംഗ്സിലും ഒക്കെ മുഖ്യമന്ത്രി മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റു മന്ത്രിമാരും നേതാക്കൾക്കും ഇടതുമുന്നണിക്കും CPMനും CPIക്കും മൊത്തത്തിൽ ഇടതുമുന്നണിക്കുമില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നതിനെതിരെ വലിയ വിമർശനം സംസ്ഥാന കൗൺസിൽ ഉയർന്നിരുന്നു. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെന്ന് ശ്രീജ പറയുമ്പോഴും ഈ ശബ്ദങ്ങളൊക്കെ CPIയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിനുള്ളിൽ ഒതുങ്ങുകയാണ് പതിവ്. പലപ്പോഴും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ ചർച്ചയിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരും. നേതാക്കൾ അത് സംസ്ഥാന സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ അത് ആ ശബ്ദങ്ങളെ പൂർണ്ണമായും ഒരു പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാകില്ല സമീപനമെടുക്കുക. പുറത്തും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നണി നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയും CPIയുടെ സംസ്ഥാന കൗൺസിൽ ഉയർന്നു വന്നു. മുഖ്യമന്ത്രിക്കും CPIനുമെതിരെ മാത്രമല്ല CPIയുടെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനെതിരെയും വിമർശനം ഉയർന്നു. നമ്മൾ നേരത്തെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. CPIയുടെ സംഘടനാ സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ പാടില്ല എന്ന വിലക്ക് ഏർപ്പെടുത്തുന്ന തീരുമാനം. എന്തുകൊണ്ട് ഇത്ര വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞതിന് വിമർശനം ഉയർന്നു. അങ്ങനെ ഈ സംസ്ഥാന സെക്രട്ടറിക്ക് ഭയമാണോ തനിക്കെതിരെ മത്സരമുണ്ടാകുമെന്ന്? അതുകൊണ്ടാണോ ഇത്തരത്തിൽ മത്സരം വിലക്കുന്നത്? CPIക്ക് സ്വാഭാവികമായും അവരുടെ സമ്മേളനങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പ്രവർത്തകർക്കും നേതാക്കൾക്കും മത്സരിക്കാൻ അവകാശമുണ്ട്. അതിൽ എന്തുകൊണ്ട് വിലക്കുന്നു? അത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഏതെങ്കിലും നീക്കമുണ്ടാകുമെന്ന് ഭയന്നാണോ വിമർശനം ഉയർന്നു എന്ന ചോദ്യം പോലും ഇന്നലെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നു. സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന കൗൺസിൽ സംബന്ധിച്ച് 10 ജില്ലാ സെക്രട്ടറിമാർ 8 പേർക്കും രൂക്ഷ വിമർശനം ഉന്നയിച്ചു എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച CPIയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഉള്ളിൽ നേതാക്കൾക്ക് നേതൃത്വത്തിനെതിരെ വലിയ അമർഷമുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു ചർച്ചയാണ് ഇന്നലെ സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു വന്നതും. 10 ജില്ലാ സെക്രട്ടറിമാർ 8 പേരും നേതാക്കൾക്കെതിരെ നേതൃത്വത്തിനെതിരെ വിമർശിച്ച് വന്നു. ഭരണഘടന
കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മത്സര വിലക്ക് എന്ന വിമർശനം അജിത് കൊളാടി ഉന്നയിച്ചു. ഹിറ്റ്ലറെ പോലെ ഭയം പിടികൂടിയതുകൊണ്ടാണോ ബിനോയ് വിശ്വം മത്സരം വിലക്കുന്ന ചോദ്യവും അജിത് ഉന്നയിച്ചു. അതിനൊക്കെ ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു. മത്സരം വിലക്കെന്ന് പറയുന്നത് ഗ്രൂപ്പായി 10-9 പേർ ഒരു പാനലിനെ അട്ടിമറിക്കാൻ വിഭാഗീയ നീക്കമായി വരുന്നത് മാത്രമാണ് എതിർക്കുന്നത്, അല്ലാതെ 1-2 പേർക്ക് മത്സരിക്കുന്നതിന് വിലക്കില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ ഇത്തരത്തിൽ ഈ സംസ്ഥാന സെക്രട്ടറി വരുന്ന വിമർശനങ്ങളും അങ്ങനെയല്ല, ഹിറ്റ്ലറുടെ പരാമർശമൊന്നും ശരിയായില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഹിറ്റ്ലർ എന്നല്ല, ഹിറ്റ്ലറെ പോലെ എന്ന ഉപമയാണ് നടത്തിയതെന്ന് പിന്നീട് അജിത് കൊളാടി വിശദീകരിക്കുകയും ചെയ്തു. കെ ഇസ്മായിലിനെതിരെ നടപടിയെടുത്തു, മുതിർന്ന നേതാവായ കെ ഇസ്മായിലിനെതിരെ അച്ചടക്ക നടപടിയെടുത്തതും അംഗങ്ങൾ 5-6 അംഗങ്ങൾ അതിനെയും ചോദ്യം ചെയ്തു. ഏതായാലും CPI-യിൽ വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രിക്കും CPM സർക്കാരിനെതിരെ മാത്രമല്ല CPI നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഇന്നലെ ഉയർന്നത്. ഇന്നും സംസ്ഥാന കൗൺസിൽ യോഗം തുടരുന്നുണ്ട്. കൂടുതൽ വിമർശനങ്ങൾ ഇന്നാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനം മറ്റും കാര്യമായി യോഗം വിലയിരുത്താൻ പോകുന്നത്. അതിലും കാര്യമായ വിമർശനങ്ങൾ തന്നെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ശരി അരുൺ, ഇതോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ തെരഞ്ഞെടുപ്പും കണ്ണൂർ എറണാകുളം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പും ചർച്ചയായേക്കും. വിവരങ്ങളുമായി അരുൺ തന്നെ ചേരുന്നു. അരുൺ, ഇനി ബാക്കിയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഇനി ഈ നിർവഹണത്തിനുള്ള ടീമിനെയാണ് അറിയേണ്ടത്. 2 പുതിയ സെക്രട്ടറിമാരെ വേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ കൊല്ലം സമ്മേളനത്തിന് രൂപീകരിച്ചു. പാർട്ടി കോൺഗ്രസിലും ഭാരവാഹികളൊക്കെ ആയി കഴിഞ്ഞു. വേണ്ടത് ജില്ലകളിലെ സെക്രട്ടറിമാർ. ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും ജില്ലകളിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നില്ല. ആ സെക്രട്ടറി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അതിനുള്ള തീയതികൾ, ഷെഡ്യൂളുകൾ തീരുമാനിക്കും. ഓരോ ജില്ലയിലും സെക്രട്ടറി രൂപീകരണത്തിന് വേണ്ടി ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നതിന്റെ സമയക്രമം തീരുമാനിക്കും. 2 ജില്ലകൾക്ക് ഇനിയും സെക്രട്ടറിമാർ വരേണ്ടതുണ്ട്. അത് ഒന്ന് കണ്ണൂരിനും മറ്റൊന്ന് എറണാകുളത്തുമാണ്. കണ്ണൂരിൽ MV ജയരാജനും എറണാകുളത്തെ CN മോഹനനും സംസ്ഥാന സെക്രട്ടറിയേറ്റ് വന്നതുകൊണ്ടാണ് 2 ജില്ലകൾക്കും പുതിയ സെക്രട്ടറിമാർ അനിവാര്യമായി തീർന്നത്. അവിടെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കണ്ണൂരിൽ TV രാജേഷും KK രാഗേഷും M പ്രകാശനും ഒക്കെ സെക്രട്ടറി ആവാൻ സാധ്യതയുള്ളവരാണ്. ആ പേര് 15-ാം തീയതി കണ്ണൂരിൽ യോഗം വിളിച്ചിട്ടുമുണ്ട്. അന്ന് അവിടെ തീരുമാനിക്കും. എറണാകുളത്ത് SS സതീഷ്, DYFയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന സതീഷിനാണ് അവിടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് സതീഷിനാണ് പരിഗണിക്കുന്നത്. മറ്റു പേരുകൾ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ടെങ്കിലും സതീഷ് തന്നെയാണ് അവിടെ പ്രഥമ പരിഗണന. ഈ ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ജില്ലാ സെക്രട്ടറിമാരെയും അതുപോലെ ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുക എന്ന പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി CPM-ന് സംഘടനാപരമായി മുന്നിലുള്ളത്. അരുൺ, ഈ കേരള സർവകലാശാലയിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ KSU SFI നേതാക്കൾക്കെതിരെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്തെന്ന് അറിയുന്നുണ്ട്. ഇന്നലെ ഒരു തെരുവ് യുദ്ധം തന്നെയാണ് പാളയം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്ത് ഉണ്ടായത്. ഈ എന്തൊക്കെ വകുപ്പൊക്കെ ചുമത്തിയിട്ടുണ്ട്? എത്രത്തോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ വലിയ സംഘർഷം. രാവിലെ മുതൽ സംഘർഷാത്മകമായ അന്തരീക്ഷമുണ്ടായിരുന്നു. ഈ സെനറ്റിലേക്കും മറ്റുമുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ തന്നെ 2 പാർട്ടികളും 2 സംഘടനകളും KSUവും SFIയും ഏറ്റുമുട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായത്. ഏതായാലും 2 കൂട്ടർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒത്തുചേർന്നു ഗൂഢാലോചന നടത്തി സംഘർഷമുണ്ടാക്കി വഴി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 2 പക്ഷത്തു നിന്നും കാര്യമായ മർദ്ദനം SFIക്കാർക്കും അതുപോലെ SFIക്കാരെ KSUക്കാർ വളഞ്ഞിട്ടടിച്ചു എന്നാണ് SFIയുടെ പരാതി. അങ്ങനെ അടിക്കുമ്പോൾ തടയാനെത്തിയ പോലീസാണ് KSUവിനെ മർദ്ദിച്ചത്. അങ്ങനെ 2 കൂട്ടർക്കെതിരെയും മർദ്ദനത്തിനും കേസെടുക്കും. കൂടുതൽ പേർക്കെതിരെ അന്വേഷണം നടക്കുന്നു. സർവകലാശാല ജനറൽ സീറ്റിലേക്ക് KSU 10 വർഷത്തിന് ശേഷം ഒരു വൈസ് ചെയർപേഴ്സൺ ഒരാളെ വിജയിപ്പിക്കാനായിരുന്ന KSUവിന് നേട്ടമാണ്. 7-ൽ 6 സീറ്റുകൾ SFI ജയിക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ KSU ജയിച്ചു. സെനറ്റിലേക്കും SFIക്ക് പുറമെ KSUവിന്റെയും പ്രതിനിധികളുണ്ട്. MSFന്റെ ഒരു പ്രതിനിധിയും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായാണ് സർവകലാശാല സെനറ്റിലേക്ക് MSFന് ഒരു പ്രതിനിധി വരുന്നത്. അങ്ങനെ SFIക്ക് ഒരു വിജയം അവകാശപ്പെടാനാകുമ്പോഴും KSUവിനും അവിടേക്ക് അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നവർക്കും അഭിമാനമായി അവരും പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ സംഘർഷം വലിയ പ്രശ്നമായി മാറി, വലിയ ക്രമസമാധാന പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. അതിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ശ്രീജ, PV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച് NIA കസ്റ്റഡിയിലാണിപ്പോൾ റാണയുള്ളത്. റാണയ്ക്കെതിരെ NIA തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു. ഡേവിഡ് കോൾഡ്മാൻ ഹെഡ്ലിക്ക് അയച്ച ഇമെയിലുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് VR കാർത്തിക്, വലിയ നിബന്ധനകളോടെയാണ് US തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്. ഈ
ഇങ്ങോട്ട് വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് തിരിച്ചെന്ത് പറയാനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് നോക്കുമ്പോൾ ഈ തെളിവുകൾ എത്രത്തോളം പ്രധാനപ്പെട്ട തെളിവുകളാണ് NIA ഹാജരാക്കിയിരിക്കുന്നത്? മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ ഇന്ന് NIAയുടെ ചോദ്യമുനയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. 17 വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കും ഒപ്പം നയതന്ത്ര ഇടപെടലുകൾക്കും ശേഷമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് എന്തൊക്കെ പ്രോജക്റ്റുകൾ ഇവർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. ഇന്നലെ രാത്രി 2.5 മണിക്കൂറോളമാണ് ദില്ലി പാട്യാല ഹൗസിലെ പ്രത്യേക NIA കോടതിയിൽ തഹാവൂർ റാണയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ നീണ്ടത്. ഈ വാദമുഖങ്ങൾക്കൊപ്പമാണ് സർക്കാർ ഒപ്പം NIAയും കസ്റ്റഡിയിൽ വിട്ട് കസ്റ്റഡിയിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടു. 20 ദിവസത്തെ കസ്റ്റഡിയാണ് NIA ആവശ്യപ്പെട്ടത്. എന്നാൽ 18 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ 18 ദിവസത്തിനുള്ളിൽ സ്വാഭാവികമായും നിരവധി ചോദ്യങ്ങൾക്കുത്തരം തഹാവൂർ റാണയിൽ നിന്ന് NIA പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും 2006 ഇത്തരത്തിൽ മുംബൈയിൽ ഇമിഗ്രേഷൻ ഓഫീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അടക്കം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി തഹാവൂർ റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഹെഡ്ലിക്ക് ഇവിടെ എല്ലാ സഹായവും, അതായത് മുംബൈയിൽ ഇത്തരത്തിൽ ഓഫീസ് തുറക്കാൻ സാമ്പത്തിക സഹായം അടക്കം നൽകിയത് റാണ എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. 11.5 ലക്ഷം രൂപ അന്ന് മുംബൈയിൽ ഇമിഗ്രേഷൻ ഓഫീസ് തുടങ്ങാൻ റാണയ്ക്ക് അദ്ദേഹം കൈമാറി. ഈ സാമ്പത്തികം എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വരേണ്ടതുണ്ട്. മാത്രമല്ല 2016 അമേരിക്കയിൽ കസ്റ്റഡിയിലിരിക്കെ തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈയിലെ കോടതിയുമായി ഒരു വീഡിയോ കോൺഫറൻസിലൂടെ തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതിനൊപ്പം ഇക്കാര്യത്തിലൊക്കെ റാണയുടെ പങ്ക് വ്യക്തമാക്കിയിരുന്നു. പല ഇമെയിൽ സന്ദേശങ്ങളും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി റാണയ്ക്ക് അയച്ചതും അതോടൊപ്പം തന്നെ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് അയച്ച കോഡഡ് മെസ്സേജുകളുമൊക്കെ FBI കൈവശം ഉണ്ടായിരുന്നു. ആ FBI കൈവശം ഉള്ള സമാനമായ രേഖകൾ തന്നെയാണ് NIA ഹാജരാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി റാണയ്ക്ക് അയച്ച മെസ്സേജ് ഇമെയിലാണ്. ആ ഇമെയിലിൽ ദ ബിസിനസ് മസ്റ്റ് ഗോ ഓൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് ഇന്ത്യയിൽ മുംബൈ ഭീകരാക്രമണത്തിനപ്പുറത്തേക്ക് പല പ്രോജക്റ്റുകളും ലഷ്കർ ഇ തോയ്ബയും അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സൂത്രധാരന്മാർ ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് പുറത്തു വന്നിരുന്ന വിവരം. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം, അതോടൊപ്പം തന്നെ മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ആസ്ഥാനം, ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ്, ഇവിടെ മംഗളിലടക്കം പലതരത്തിലുള്ള പ്രോജക്റ്റുകളും ലഷ്കർ ഇ തോയ്ബ ലക്ഷ്യമിട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. ഏതായാലും ഇമെയിലും അതോടൊപ്പം തന്നെ ശബ്ദ സന്ദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലാവും റാണയെ NIA നടത്തുക. അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. എന്തായാലും 18 ദിവസം ഇനി NIAയുടെ കസ്റ്റഡിയിലായിരിക്കും റാണ ഉണ്ടാവുക. വിശദമായ ചോദ്യം ചെയ്യലിന് വരും ദിവസങ്ങളിൽ എന്തൊക്കെ പുറത്തു വരും എന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യയും ഒപ്പം ലോകരാജ്യങ്ങളും. ശരി, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വീണ്ടും ഈ തഹാവൂർ റാണ എന്ന പേര് കേൾക്കുകയാണ്. 2009 US പിടിയിലായെങ്കിലും പിന്നീട് ഇത്രയും നാൾ ഇന്ത്യ ഒരു നിയമ പോരാട്ടം തന്നെ നടത്തുകയായിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ തഹാവൂർ റാണയെ ഇവിടെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നത്. ആരാണ് ശരിക്ക് ഈ തഹാവൂർ റാണ? ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്ന് അന്താരാഷ്ട്ര ഭീകരനിലേക്ക്. ഞെട്ടിപ്പിക്കുന്നതാണ് തഹാവൂർ റാണയുടെ ജീവിതം. പാകിസ്ഥാനിൽ ജനിച്ച റാണ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചതുപോലും മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. 1961 പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് തഹാവൂർ ഹുസൈൻ റാണ ജനിച്ചത്. ഹസൻ അബ്ദാൾ എന്ന കേഡറ്റ് കോളേജിൽ പഠിച്ച റാണ പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ചേരുകയും ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് 1997 സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഡോക്ടറായ ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് താമസം മാറി. 2001 റാണയ്ക്കും ഭാര്യയ്ക്കും കനേഡിയൻ പൗരത്വം ലഭിച്ചു. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ ആരംഭിച്ച റാണയ്ക്ക് ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ എന്നിവിടങ്ങളിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നു. 2005 പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചതിന് ഡാനിഷ് പത്രമായ ജിലാൻസ് പോസ്റ്റിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണ പദ്ധതിയിൽ 64-കാരൻ റാണ ഉൾപ്പെട്ടിരുന്നു. മിക്കി മൗസ് പ്രൊജക്ട് എന്ന രഹസ്യനാമമുള്ള ഈ പദ്ധതി കോപ്പൻഹേഗനിലെ പത്രത്തിലെ ജീവനക്കാരുടെ തലയറുത്ത് തെരുവിലേക്ക് എറിയുക എന്നതായിരുന്നു ലക്ഷ്യം വെച്ചത്. ആക്രമണം നടത്തുന്നതിന് മുന്നേ ഹെഡ്ലി അറസ്റ്റിലായതിനാൽ ആക്രമണം പരാജയപ്പെടുകയായിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി മുംബൈയിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്ഥാപിക്കാൻ ഹെഡ്ലിയെ റാണ സഹായിച്ചതായി NIA കണ്ടെത്തിയിരുന്നു. NIAയുടെ കുറ്റപത്രത്തിൽ
മുംബൈ ഭീകരാക്രമണത്തിന് ആവശ്യമായ ലോജിസ്റ്റിക്കൽ സാമ്പത്തിക സഹായം എന്നിവ റാണ ഒരുക്കി നൽകിയതായി പറയുന്നു. 2009 US-ൽ വെച്ചാണ് റാണ അറസ്റ്റിലാവുന്നത്. എല്ലാ നിയമപരമായ നടപടികളും അവസാനിച്ചതോടെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയത്. റാണ NIA-യുടെ കസ്റ്റഡിയിലെത്തുന്നതോടെ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളുടെ അടക്കം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. മാത്രമല്ല, ഭീകരർക്ക് രാജ്യത്തിനകത്തു നിന്ന് ലഭിച്ച സഹായത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും ഇത് വഴി തുറക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ അവിടെ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർക്ക് കട തുറക്കാൻ വിലക്ക്. കട തുറക്കരുതെന്ന് കാണിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് പോലീസ് നോട്ടീസ് നൽകി. തുറമുഖ വകുപ്പിൽ പണമടച്ച് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന 100-ലധികം വരുന്ന ചെറുകിട കച്ചവടക്കാർക്കാണ് ഈ നോട്ടീസ്. ചില കടകൾക്ക് മാത്രമാണ് ആദ്യം വിലക്ക് വന്നിരുന്നത്. പിന്നീട് മുഴുവൻ കടകളും തുറക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അവിടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ കച്ചവടക്കാർ. ഒരു 8-9 മണിയായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഇവിടെ നാളെ കട തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നാളത്തെ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ ഈ കുറേ നാളായിട്ട് കച്ചവടമൊന്നും ഇല്ല. ഞങ്ങളുടെ നോയമ്പൊക്കെ കഴിഞ്ഞ് പൊതുവേ കച്ചവടം ഇവിടെ മടുപ്പാണ്. അപ്പം മുഖ്യമന്ത്രിയൊക്കെ വരുന്നതല്ലേ, കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പം ഇവിടെ നിന്നും പറഞ്ഞു 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്തു. മാർക്കറ്റിൽ രാവിലെ പോയി മേടിച്ചോണ്ട് വരും. രാവിലെ തുറക്കാം. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്കാർ നമ്മുടെ കൂടെ ഇപ്പം പാവങ്ങളുടെ കൂടെയാണെന്നാണ് പറയുന്നത്. ഇപ്പം പാവങ്ങളുടെ കൂടെയാണ്, പണക്കാരുടെ കൂടെയാണ്, ഒന്നും അറിയാൻ വയ്യ. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടാണ്, ആരൊക്കെ അറിഞ്ഞിട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അന്നന്ന് കഴിയുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അല്ല, ഞങ്ങളൊന്നും ഇതുകൊണ്ട് കൊണ്ടുപോയി ആ ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് ഇടാനൊന്നുമില്ല. അന്നന്ന് കിട്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തി വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്നായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ പറയണമായിരുന്നു നമുക്കിങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഇവർ നേരത്തെ ഇൻഫോം ചെയ്യണമായിരുന്നു. ഇതൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്ക് ഇതിനെ വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമുക്ക് ഏതെങ്കിലും നമ്മളൊരു ചായ ഇതുപോലെ പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. വേറെ ഒരു കാര്യം നമുക്കില്ല. പട്ടിണി നമ്മളെ തുറന്നില്ലെങ്കിൽ എല്ലാവരും ആ കുടുംബങ്ങളെല്ലാം ഇതാവും. എങ്ങനെയെങ്കിലും നമ്മൾ കട തുറന്നേ ആകണം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇതിനെ പോയി തന്നെ അരി വാങ്ങിക്കണം. വേറെ നമുക്ക് ഒരു വഴിയില്ല എന്നിരിക്കും. വേറെ നമ്മൾ ബിസിനസ് നടത്തി ഇത് കൂട്ടിയിട്ട് 5-6 കുടുംബങ്ങൾ പട്ടിണിയാവും. പെട്ടെന്നൊരു തിരിച്ചടിയായിപ്പോയി. കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു പേപ്പർ വന്നിട്ട് പറഞ്ഞ് കട തുറക്കരുതെന്ന് പറഞ്ഞു. സാറേ, ഇത് വെള്ളക്കടയാണ്, ബജി പൊരിക്കുന്ന കടയല്ല, വെള്ളമാണ്, സ്റ്റൗ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും പറഞ്ഞ് വെള്ളക്കടയാണെങ്കിലും എന്താണേലും സ്റ്റേജ് തൊട്ട് കടൽപ്പാലം വരെ തുറക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചതാണ്. ഇത്രയും ജനം വരുന്നതല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി വന്നിച്ച് പറയുന്നത് നിങ്ങൾ തുറക്കരുത്. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത് അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഇതെല്ലാം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇത് മേളിൽ നിന്നുള്ള ഓർഡറാണ്, ചെയ്യണമെന്ന് പറഞ്ഞു. സാഹചര്യമല്ല, ഈ സ്റ്റേജ് മുതൽ കടൽപ്പാലം വരെയുള്ള കട തുറക്കരുത്, ഒരു കടയും തുറക്കാൻ പാടില്ല. ആരെങ്കിലും വന്ന് പരിശോധന നടത്തിയിരുന്നോ? എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടോ? ആദ്യം വന്ന് പരിശോധന നടത്തിയിട്ട് സ്റ്റൗ ഉപയോഗിക്കുന്ന എല്ലാ കടകളും നാളെ അടക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ വന്ന പേപ്പർ എല്ലാ കടകളും അടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം വിൽക്കുന്ന കടയാണിത്, വേറെ സ്റ്റൗ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഏതാണേലും മേളിൽ നിന്നുള്ള ഉത്തരവാണ് തുറക്കാൻ പാടില്ലെന്ന്. വയറ്റിതടിച്ച അവസ്ഥയാണ്. അതാണ് വയറ്റിതടിച്ച അവസ്ഥ തന്നെയാണ്. ഓവറായിട്ട് സാധനവും വെള്ളവും എല്ലാം ഇറക്കി വെച്ചേക്കുവാ നമ്മള്. അപ്പം അതെല്ലാം ഇനി കച്ചവടം വരുന്നോടം വരെ ചിലപ്പോൾ നഷ്ടമാവും. നാരങ്ങയാക്കാണെങ്കിലും ചീത്തയായി പോകും. ഈ മുഖ്യമന്ത്രി വരുന്നു എന്ന് കരുതുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന ഇല്ല, നമ്മൾ നല്ല കച്ചവടം പ്രതീക്ഷിച്ചത്. ഇത്രയും ജനങ്ങൾ ഇത്രയും കസാരയൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് കച്ചവടം പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. എന്ത് റിക്വസ്റ്റ് ആണോ ഉള്ളത്? ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ആണോ മുഖ്യമന്ത്രിയോടുള്ളത്? അതെ, സത്യം, തീർച്ചയായിട്ടും വിഷമം തോന്നുന്നു. വളരെ കടം മേടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടത്. ഇനി എത്ര ദിവസം കൊണ്ട് ഇത് വിറ്റ് തീരാനാ? അത് വളരെ വിഷമമുണ്ട്. എന്നാൽ സുഖമില്ലാത്തൊരു മനുഷ്യരാണ്.
നിങ്ങളുടെ വെറും വെള്ളക്കട മാത്രമാണ് അല്ലേ? അതത്രേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു അപകടം ഉണ്ടാക്കാൻ സാഹചര്യം ഒരു സാഹചര്യമില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കാൻ പാപ്പയെ സഹായിക്കാന്നൊക്കെ വിചാരിച്ച് വന്ന് ആണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, 5-6 കൊച്ചുമക്കളും ഞങ്ങളും ഒക്കെ ഉണ്ട്, ജീവിക്കണം. അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10-40 കടയുണ്ട്. അതിൽ ഒരു ഈ ഭാഗത്ത് മാത്രം അതിൽ ഒരു 10-100 പേരിൽ കൂടുതൽ ജീവിതമാർഗമുണ്ട്. ഇന്ന് വന്നു പെട്ടെന്ന് വന്നു അടക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തോ പറയാനാണ്. അതൊരു ഓഫീസറൊക്കെ വന്നിച്ചും അടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു സുരക്ഷിതത്തിൻ്റെ പേരിലാണ് അവർ അടക്കാൻ പറഞ്ഞത്. അത് നമ്മൾ മറ്റു പാർട്ടിക്കാരെല്ലാം വിളിച്ചപ്പോഴും അവരും അത് തന്നെ പറയണത്, മേളിൽ നിന്നുള്ള ഓർഡറാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഇങ്ങനെ ചെയ്തേ അവരുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവരും പറഞ്ഞത്. എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ നമുക്കിപ്പോൾ നാളത്തെ ഉപജീവന മാർഗം മുടങ്ങി. അത് ഇത്രയും കടക്കാരുടെയും ഉപജീവനം നാളെ മുടങ്ങി. നാളത്തെ ഒരു സാഹചര്യം ഇത് വെള്ളം മാത്രം വിൽക്കുന്ന കടകളല്ലേ? ഇത് ഞാൻ ഐസ്ക്രീം മാത്രമാണ്. അതേപോലെ എല്ലാവരും ഓരോന്നും വിൽക്കുന്ന കടക്കാരില്ല. ആർക്കും പ്രവേശനമില്ല. ചെറിയ ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾ ഒന്നിനും ഒരു പടിഞ്ഞാട്ട് പോലും വണ്ടി ഇറക്കത്തില്ല എന്നുള്ളതാണ് തീരുമാനം, പോലീസിന്റെ തീരുമാനം. അതാണ് കപ്പലിന്റെ കച്ചവടക്കാർ ഒരു കുഞ്ഞിനെയും അകത്തോട്ട് കയറ്റത്തില്ല എന്നുള്ളതാണ്. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്താ ചെയ്യുക? അതേപോലെ ചിലപ്പോൾ അവർക്ക് കാണുന്ന സംവിധാനം അവർക്ക് കാണും. ചിലപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ പരിപാടി നടത്തുമ്പോൾ അവർക്ക് ഇതിന്റെ വെള്ളത്തിന്റെ ഒക്കെ സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നതാണ്. ഈ ഇത്തരം പരിപാടികൾ ബീച്ചിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല കച്ചവടം നടക്കുന്നതല്ലേ? സ്വാഭാവികമായിട്ടൊന്നും ഇല്ല. ഈ പാർട്ടി പരിപാടി എന്ത് വന്നാലും നമുക്ക് ഉള്ള പണി കൂടെ ഇല്ലാതാകുകയാണ്. ശരണ്യ സ്നേഹജന വിവരങ്ങളുമായി. ശരണ്യ, ആ പറഞ്ഞു നിർത്തിയതാണ്, ഒരു സാധാരണ കുറച്ച് ആളുകൾ ഒന്നിച്ച് വന്നാൽ ഈ പാവം പിടിച്ച മനുഷ്യന്മാർക്ക് ഒത്തിരി കച്ചവടം കിട്ടും. അവർക്ക് ഈ ഒരു വെക്കേഷനൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഈ സമയത്താണ് ഒരു ഇത്തിരി കച്ചവടം കിട്ടുന്നത്. ഇത് പ്രതീക്ഷിച്ച് തയ്യാറെടുത്തവരുണ്ട്. ഇതിപ്പോൾ ഇവർ എന്ത് തരത്തിലുള്ള ഈ 1 ലക്ഷത്തോളം ആളുകൾ എത്തുമ്പോൾ ആ ആളുകൾക്ക് ഒന്നുമില്ലാത്ത തരത്തിൽ, അവരുണ്ടാക്കുന്ന സുരക്ഷാ ആശങ്ക ഒന്നുമില്ലാത്ത തരത്തിൽ ഈ പാവം പിടിച്ച 120 മനുഷ്യന്മാർ എന്ത് സുരക്ഷാ ആശങ്ക തീർക്കുമെന്നാണ് ഇവർ പറയുന്നത്? ശ്രീജ, വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴ ബീച്ചാണ്. എത്ര ആളുകൾ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള 5 ലക്ഷം പേർ വരെ പങ്കെടുക്കുന്ന പരിപാടികൾ നടന്നിട്ടുള്ള ഒരു ഇടമാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വന്ന് പരിപാടികൾ അവതരിപ്പിച്ച് പോയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പോയിട്ടുള്ള ഒരു ഇടമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നത്. വിവാദമെന്നതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആ സന്ദർശനം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വൈകിട്ടാണ് മുഖ്യമന്ത്രി എത്തുക. വൈകിട്ട് 6 മണിയോടുകൂടി ആണ്, 4 മണിയാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പരിപാടികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മണിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആ സമയം എന്നല്ല, രാവിലെ മുതൽ തന്നെ കടകളെല്ലാം അടക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ആദ്യം വ്യക്തമായൊരു പ്ലാനിങ് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നോട്ടീസുകളായി സൗത്ത് പോലീസും പോർട്ടും ഒപ്പം തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ചെറിയ കടകളുണ്ടല്ലോ, ഇത് ബീച്ചിനോട് ചേർന്ന്, ബീച്ചിന്റെ വഴി ഈ ഹൈവേ നിർമ്മാണം നടക്കുന്ന ആ ഭാഗത്തോട് ചേർന്ന് നിരപ്പായി ഉള്ള കടകളാണ്. ഇത് മറ്റൊരു രീതിയിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കാത്ത, എന്നാൽ അവരുടെ ജീവിതമാർഗം കൂടി കടന്നു പോകുന്നതാണ്. ഒരുപക്ഷെ ആദ്യത്തെ നോട്ടീസ് നൽകിയതെന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്ന ബജ്ജിക്കടകളുണ്ട്, അത് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അവരോട് നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ചായയും മറ്റുമൊക്കെ വിൽക്കണമെങ്കിൽ ഫ്ലാസ്കിനകത്ത് അത് സൂക്ഷിക്കാം. ഇത്രയും ഒരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. അവരത് അംഗീകരിച്ചു. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി 9 മണിക്ക് ശേഷം ആദ്യം പോർട്ടാണ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് സൗത്ത് പോലീസ് നോട്ടീസ് നൽകുകയായിരുന്നു. സൗത്ത് പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം വ്യക്തമാക്കുന്നത് ഒരു ഷോപ്പുകളും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവരെ എത്തിക്കാൻ കാരണമായത് എന്നുള്ളതാണ്. ഈ കടകളൊക്കെ തന്നെയും തുറമുഖ വകുപ്പിന് കൃത്യമായി പണം നൽകി അവർ നിയമാനുസൃതം അനുമതി വാങ്ങി
പ്രവർത്തിക്കുന്ന കടകളാണ്. ഒപ്പം തന്നെ കപ്പലണ്ടി കച്ചവടക്കാരുണ്ട്, ചെറുകിട ഐസ്ക്രീം വിൽക്കുന്ന ചെറിയ വണ്ടികൾ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സന്ദർശനം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്ന് തന്നെ പറയാം. നമ്മൾ ഇന്നലെ രാത്രി ഈ ഉത്തരവ് കിട്ടിയതിനെ തുടർന്ന് ന്യൂസ് 18 വാർത്താ സംഘം ഈ ബീച്ചിലെത്തി ഇവിടുത്തെ കച്ചവടക്കാരുടെ ഒരു അവസ്ഥ കണ്ടു. പലരും ഇന്നത്തേക്കുള്ള ഒരു പരിപാടിക്ക് വേണ്ടി അവർ ധാരാളം വെള്ളം കരുതിയവരുണ്ട്, സാധനങ്ങൾ വാങ്ങിയവരുണ്ട്. കാരണം ഇന്ന് ഈ ഏകദേശം 1 ലക്ഷത്തോളം പേർ എത്തുമെന്നൊക്കെയാണ് KPMS പറയുന്നത്. എങ്കിൽ പോലും പോലീസിന്റെ വേർഷൻ എന്ന് പറയുന്നത് 10,000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ്. അങ്ങനെ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അത്തരത്തിൽ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത് കച്ചവടം ലഭ്യമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു. ഈ പെരുന്നാളിന് ശേഷം, അതായത് റംസാന് ശേഷം വലിയ കച്ചവടം ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത് മൊത്തത്തിൽ ഒരു അവധിയും സീസൺ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നു എന്നായപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും വരുന്ന ആളുകൾക്ക് വെള്ളവും മറ്റ് അവശ്യ വസ്തുക്കളും ഒക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു കരുതൽ ഉണ്ടായിരുന്നു. കച്ചവടം നടക്കുമെന്നുള്ള ഒരു സന്തോഷകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ ദൈനംദിനം വരുമാനം കിട്ടുന്ന ഈ കടകളെല്ലാം തന്നെ, കടകളിലെ ആളുകളെല്ലാം തന്നെ അവർ കുറേ സാധനങ്ങൾ കരുതുകയും ചെയ്തു. അങ്ങനെ കരുതിയവർക്കുൾപ്പെടെ തിരിച്ചടി കിട്ടിക്കൊണ്ടാണ് അതും ഏറ്റവും ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടുവന്ന് ഒരു നോട്ടീസ് നൽകുക എന്നുള്ളത് ഒട്ടും മര്യാദയല്ല. കാരണം ഇന്നലെ രാത്രി 9:30 കൂടിയാണ് സൗത്ത് പോലീസിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി അത്തരത്തിലൊരു നോട്ടീസ് നൽകി പോയിട്ടുള്ളത്. കാരണം ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനകത്ത് ഈ സംഘാടകരും വലിയ രീതിയിൽ ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അവരെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തുടങ്ങിയത്. അതും പോലീസിന് വിനയായി മാറി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളും അപകടകരമായ സാഹചര്യത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പോലും ചില സ്ഥലങ്ങൾ കഴിയുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം ഇറങ്ങുന്ന ഒരു സ്ഥലം മാത്രം ഇന്നലെ അത് ചെറുതായി ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ സാധാരണക്കാരായ ആളുകളുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ഈ ആദ്യം പറഞ്ഞത് ഈ പാർക്ക് മുതൽ, അതായത് നമ്മൾ ഈ കാണുന്ന ഓപ്പൺ സ്റ്റേജ് മുതൽ അവിടെ നമ്മുടെ കടൽപ്പാലം വരെയുള്ള ഭാഗത്തെ കടകൾ അടയ്ക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി അതിൻ്റെ മുഴുവൻ ഭാഗവും അപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ ഏകദേശം 400ഓളം പേരുടെ എല്ലാ ദിവസത്തെയും അവരുടെ ദൈനംദിന ഉപജീവന മാർഗമാണ്. അവർക്ക് ജീവിക്കാനുള്ള വക കിട്ടുന്നത് ഇവിടുത്തെ ഈ ഐസ്ക്രീം കച്ചവടത്തിലൂടെയും അല്ലെങ്കിൽ ഈ ചെറുകിട ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയുമാണ്. അത്തരം സംവിധാനത്തിൽ, അതായത് വലിയ സംവിധാനങ്ങൾ അല്ല എന്നുള്ളതാണ്. അവരുടെ പ്രതീക്ഷയ്ക്ക് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ അത് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ തിരിച്ചടി സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഒരു റാമ്പ് ഭാഗം, നമ്മൾ ഈ കാണുന്ന ഈ റാമ്പ് ഭാഗം മാത്രമാണ് ഇവിടെ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ക്രമീകരണം എന്നുള്ള ഭാഗമായി തൽക്കാലത്തേക്കൊന്ന് റെഡിയാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കടകൾക്കെല്ലാം അത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ആ നിയന്ത്രണത്തിലേക്ക് പോയതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അങ്ങനെ വൈകിയല്ല ഈ സംവിധാനം അറിയിക്കേണ്ടത്. അങ്ങനെ ഒരു അറിയിപ്പ്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കച്ചവടക്കാരെ നേരത്തെ അറിയിക്കേണ്ട ഒരു മര്യാദ കൂടി ഉണ്ടായിരുന്നു. ആ മര്യാദ ഈ കാര്യത്തിനകത്ത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പല നോട്ടീസുകൾ, പല തട്ടിലുള്ള നോട്ടീസുകളാണ് അവർക്ക് നൽകിയത് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ നൽകിയത് ഈ തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നോട്ടീസ് നൽകുന്നു. അത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആ നോട്ടീസ് നൽകുന്നതെങ്കിൽ രാത്രി 9:30 പദ്ധതി വീണ്ടും മാറുന്നതായുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇതിനകത്തൊരു പ്ലാനിങ്ങിൽ ആദ്യം തന്നെ പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എന്തായാലും ഇന്നലെ രാത്രിയോടെ തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഈ വിഷയം കാര്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ 120 പാവപ്പെട്ട മനുഷ്യന്മാർ, അവർക്ക് സഹായമൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കൂടുതൽ കച്ചവടം ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ അവരെ ഉപദ്രവിക്കാതിരുന്നെങ്കിൽ നന്നായേനെ. ഇന്നത്തെ ഒരു ദിവസം ഒരു അവധിക്കാലമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ അവരുടെ കച്ചവടം മുഴുവൻ നഷ്ടപ്പെടുത്തി. അവർക്കുണ്ടായ മറ്റു നഷ്ടങ്ങളൊക്കെ അപ്പുറത്താണ്. അതിനും അപ്പുറത്ത് അന്നന്നത്തെ ഉപജീവനം കഴിക്കുന്ന മനുഷ്യന്മാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സുരക്ഷ ഒരുക്കൽ എന്നത് അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. 120
120ഓളം വെറും പച്ചവെള്ളം മാത്രം വിൽക്കുന്ന 100 അത്തരത്തിലുള്ള കടകളും അവിടെയുണ്ട്. കുപ്പിയിൽ വെള്ളം വിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഇന്നത്തെ ദിവസം അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് എന്ത് തരം സുരക്ഷയാണ് ഒരുക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. ഇതിന് ഉത്തരം എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു തരം പ്ലാനിങ്ങും ഇല്ലാതെ പല നോട്ടീസുകൾ നൽകി ഇതിൻ്റെയൊക്കെ മറുപടിയായി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാനം ഉണ്ടായത് ഒറ്റ കാര്യമാണ്. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു ദിവസത്തെ കച്ചവടവും പോയി, ഇങ്ങനെ കുറേ ആളുകൾ വരും എന്നതുകൊണ്ട് അവർ സംഭരിച്ച് അതിനായി ചെലവാക്കിയ പൈസയും പോയി എന്നത് മാത്രമാണ് സംഭവിച്ചത്. മറ്റു വാർത്തകളിലേക്ക് ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന, ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ അന്ധവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിതെന്ന് BJP തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെ വളരെ മൃദുവായി CPM വിമർശനം ഉന്നയിക്കുന്നു. ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ജഫറൂലിയത് പെണ്ണുങ്ങൾ പറ്റി 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 പറ്റി വീട്ടിൽ നിന്ന്. അശാസ്ത്രീയമായ കാര്യങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തോടെ പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മതപണ്ഡിതർ അഴിച്ചുവിട്ടതിന്റെ ഇരകൂടിയാണ് ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മ. ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവ മതത്തിന്റെ പിൻബലത്തിൽ വ്യാഖ്യാനിച്ച് മതപണ്ഡിതർ പ്രചരണം തുടരുന്നതാണ് ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾക്ക് പിൻബലമാകുന്നതെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. മതസംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം. ഇപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് ചുരുക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രതികരണം ശരിയാകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി. ചുരുക്കത്തിൽ വോട്ട് ബാങ്കായ സമൂഹത്തെ പിണക്കാൻ വയ്യെന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു CPMന്റെ പ്രതികരണം. ലഹരിക്കെതിരായുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം പോലെ അന്ധവിശ്വാസത്തിനെതിരെയും പോരാടണമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞു. ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി ആ സാമൂഹ്യ തിന്മയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. അതേ രീതിയിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും എല്ലാം മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഇത്തരം സംഭവവികാസങ്ങളെ തുറന്നു കാണിക്കാനും അതിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാവേണ്ടത്. എന്നാൽ പ്രീണനം കാരണമാണ് ഇരു മുന്നണികളും പ്രതികരിക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആഞ്ഞടിച്ചവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് പറഞ്ഞു. മറിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും സമുദായ സംഘടനാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വാളെടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത, സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കുമെതിരെ നിലപാടെടുക്കാതെ പ്രശ്നത്തിൽ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ മൗനം ദീക്ഷിക്കുകയും അഴകുഴമ്പൻ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥത എന്ന് ആരും ചോദിച്ചു പോകും. ന്യൂസ് 18 മലപ്പുറം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനൊപ്പം ചില സമീപനങ്ങളിൽ കൂടി മാറ്റമുണ്ടായാലേ വികസനം പൂർണ്ണമാവൂ എന്ന അഭിപ്രായവുമായി ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് പാനൽ ചർച്ച. വികസനത്തിലെ കേരള മാതൃകയിൽ അത് സുഗമമാക്കാൻ കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച ചർച്ചയിൽ കേരളത്തിലെ വ്യവസായ പ്രമുഖരും വിദഗ്ധരും പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോഴും നോക്കുകൂലി പോലെയുള്ളവ കേരളത്തിൽ സംരംഭകർക്ക് വെല്ലുവിളിയെ തുടരുകയാണെന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് പാനൽ ചർച്ച ആരംഭിച്ചത്. ഇത്തരം ന്യൂനതകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ലെന്നും സർക്കാർ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ബിജു രമേശ് പാനൽ ചർച്ചയിൽ പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് ആ പകർച്ചവ്യാധി നമ്മുടെ നിൽക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ഭയപ്പെടുന്നൊരു കാര്യമാണ്. ഇവിടെ വന്നാൽ ആദ്യം ഒരാൾ സംരംഭം അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ വന്നാൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിന് ശക്തമായ നിയമ നടപടികൾ, അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നുമില്ല, തൊഴിലാളികൾ എല്ലാം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. സ്റ്റാർട്ടപ്പുകൾ വ്യവസായ വികസനത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന കാലമാണ് മുന്നിലുള്ളതെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊജക്ട് ഡയറക്ടർ അശോക് കുര്യൻ. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ വിപണി സാധ്യത തുറക്കാൻ വഴിയൊരുക്കുന്ന മിഷൻ 2025 വ്യവസായ വികസനത്തിന് വലിയ ശക്തി പകരും. കേരളത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്.
കൂടുതൽ സംരംഭകർ വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം ഒരു മോട്ടിവേഷൻ ഫാക്ടറും ആ ഒരു ഇൻസ്പിറേഷനും അല്ലെങ്കിൽ സംരംഭകർക്ക് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസിന്റെയും ബലത്തിലാണ്. അതെല്ലാം ഈ പറയുന്ന മീഡിയ വഴി ചർച്ച ചെയ്യുന്നു. ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ പുതിയ സംരംഭം തുടങ്ങാൻ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഏറെ ആക്ടിവിറ്റീസ് ഇപ്പോൾ കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖമടക്കമുള്ള നാഴികക്കല്ലുകൾ ആഭ്യന്തര വിപണിക്കും കൂടുതൽ സംരംഭകരെ ആകർഷിക്കുന്നതിനും സഹായകമാകുമെന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജനറൽ മാനേജർ പ്രസാദ് കുര്യന്റെ അഭിപ്രായം. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ വരവോടുകൂടി നമ്മുടെ ഈ സൗത്ത് കേരളയിലും കേരളത്തിലും മൊത്തമായിട്ടും ഒരു വികസന മാതൃക തന്നെ നമ്മൾ മാറി വരികയാണ്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും കിൻഫ്ര ആയാലും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ആയാലും ഏത് രീതിയിലുള്ള ഫെസിലിറ്റേഷനും നടത്തുവാൻ തയ്യാറായിട്ടുള്ള നിൽക്കുകയാണ്. ഏത് ബിസിനസ് എന്റർപ്രണർ ആയാലും സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ ഓർ ലാർജ് സ്കെയിൽ വിഴിഞ്ഞം ബേസ്ഡ് ആയിട്ട് പോകുന്നതിന് യാതൊരു തടസ്സമുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യവസായ വികസനത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ മാതൃക എന്ന വിഷയത്തിൽ വിശദമായ നിർദ്ദേശങ്ങൾ പാനൽ ചർച്ചയിലുണ്ടായി. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പായിരുന്നു മോഡറേറ്റർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചൈനയ്ക്കെതിരെ ചുമത്തിയത് 145% പകര ചുങ്കമെന്ന് വൈറ്റ് ഹൌസ്. ചൈന മുന്നോട്ട് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ്. US സിനിമകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ ചൈനയും തയ്യാറെടുക്കുകയാണ്. ഇതിനിടെ അമേരിക്കൻ ഓഹരി വിപണി താഴേക്ക് കൂപ്പുകുത്തുന്നു. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഇന്നലെ തന്നെ ഡൗ ജോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ സൂചികകളിലും വലിയ ഇടിവ്. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പിന് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചു. ആ കുതിപ്പ് എങ്ങനെയായിരുന്നോ അതിന്റെ ഇരട്ടി വേഗത്തിൽ താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക ലോകം ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്നത്? ശ്രീജ, പ്രധാനമായിട്ടും ചൈന അമേരിക്ക രണ്ട് വ്യാപാര ശക്തികൾ തമ്മിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ആദ്യം 20% തീരുവ എന്നുള്ളത് പിന്നീട് 125 വരുമ്പോൾ 145 പകര ചുങ്കം എന്ന വൈറ്റ് ഹൗസിന്റെ വിശദീകരണം വരുന്നു. അതായത് 145% എന്ന വലിയ ഒരു ഇറക്കുമതി ചുങ്കം ചൈനയുടെ മുകളിൽ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് വൈറ്റ് ഹൗസ് പോകുന്നു. സ്വാഭാവികമായിട്ടും ചൈന കടുത്ത തിരിച്ചടിയാണ് ഇതിനകത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് അമേരിക്കൻ സിനിമകൾക്ക്, ഹോളിവുഡ് സിനിമകൾക്ക് ചൈനയിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന അങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഹോളിവുഡ് സിനിമകൾക്ക് ഒരു വിലക്ക് തന്നെയാണ് ചൈന പറഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ട്രംപിന്റെ പ്രതികരണം വളരെ പെട്ടെന്ന് വന്നത് ഷീ ജിൻപിങ് ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ എന്നുള്ള ചോദ്യത്തിന് ഇതിനും മോശമായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, അതായത് ഇത് ഗൗരവമാക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ട്രംപ് പോയി. പക്ഷേ അതിനുശേഷം ചൈന ഇത് ലോക വ്യാപാര സംഘടനയിൽ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നു. ഏഷ്യ അടക്കമുള്ള മറ്റ് സാമ്പത്തിക ശക്തികളോടും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളോടെല്ലാം ഈ വിഷയത്തിനകത്ത് നിരുപാധികം പിന്തുണ നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ, ചൈനയോടുള്ള അമേരിക്കയുടെ നിലപാട് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ കിട്ടേണ്ട ഒരു കാര്യമാണ് എന്ന് ചൈന പ്രകടമാക്കുന്നു. ഒപ്പമാണ് ഇതാണ് അമേരിക്ക കാണിക്കുന്നതെങ്കിൽ തിരിച്ചടിക്കാൻ തങ്ങൾക്കറിയാം എന്നുള്ളൊരു നിലപാടിലേക്ക് ചൈന കടക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചൈന തയ്യാറാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ആദ്യം ഹോളിവുഡ് സിനിമകൾക്ക് വിലക്ക് വന്നേക്കും എന്ന സമയത്ത് അത് ഗൗരവമായി എടുക്കാതിരുന്ന ട്രംപ് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 145% എന്ന് പറയുന്ന ഇത്രയും ഉയർന്ന തീരുവ ചുങ്കം അത് ചൈനയ്ക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മുന്നിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും പിന്തുണയും ചൈന വ്യാപകമായി തേടുന്ന സാഹചര്യത്തിൽ അമേരിക്ക നിലപാടൊരൽപ്പം മയപ്പെടുത്തുന്നു എന്നുള്ളൊരു വിഷയമാണ് വരുന്നത്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ചൈന തയ്യാറാണെങ്കിൽ വൈറ്റ് ഹൗസ് തയ്യാറാണെന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ അതിൽ മയപ്പെട്ടേക്കാം, താരിഫ് കണക്കുകളിൽ വ്യത്യാസമുണ്ടായേക്കാം. പക്ഷേ ട്രംപിന്റെ പൊതുവെ ഇറക്കുമതി തീരുവ ചുങ്കവുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിൽ ഉള്ളൊരു നിലപാടിൽ വ്യത്യാസമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ചൈന അമേരിക്ക ഒരു പരസ്യ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്കകൾക്കിടയിൽ മയപ്പെടുന്നു എന്നുള്ള ചെറിയ സൂചന ഈ സമയത്ത് വരുന്നത്. ശ്രീജ, അപർണയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ.
കോവിഡ് ബാധിതയായ യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി നൌഫലിനുള്ള ശിക്ഷാവിധി ഇന്നുണ്ടാവും. ആംബുലൻസ് ഡ്രൈവറായ കായംകുളം സ്വദേശി നൌഫൽ കുറ്റക്കാരനെന്ന് പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. കോവിഡ് ബാധിതയായ 19-കാരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് വിജനമായ സ്ഥലത്ത് വെച്ച് നൌഫൽ പീഡിപ്പിച്ചത്. 2020 സെപ്റ്റംബർ 5-നായിരുന്നു സംഭവം. വാർത്തകളിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. തൃശൂർ കോലഴി സ്വദേശികളായ സന്ദീപിന്റെയും റോഷ്മയുടെയും 9ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. അവരുടെ മകളായ അവന്തിക അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. അവന്തികയ്ക്കൊപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വെഡിംഗ് ആനിവേഴ്സറി വിഷസ് സന്ദീപിനും റോഷ്മയ്ക്കും. അഖിൽ, വിഷ്ണു ആൻഡ് സ്വാതി കൊല്ലം കടക്കൽ സ്വദേശികളാണ്. ഇന്ന് ഇരുവരുടെയും വിവാഹ വാർഷികമാണ്. വിഷ്ണുവിനും സ്വാതിക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. തൃശൂർ തിരുവല്ലോമല സ്വദേശികളായ ജിതേഷിന്റെയും സുബിതയുടെയും 10ാം വിവാഹ വാർഷികമാണിന്ന്. മക്കളായ അതീതയും ആദിത്യനുമാണ് അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ അറിയിക്കുന്നത്. അവർക്കൊപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആലപ്പുഴ പുറക്കാട് സ്വദേശിനിയായ അമീന നിസാറിന്റെ 21ാം ജന്മദിനമാണിന്ന്. ആശംസകളോടെ ഇത്തിയും മച്ചായും കസിൻസും ഒപ്പം ഞങ്ങളും. ഹാപ്പി ബർത്ത്ഡേ അമീന. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. നമുക്ക് ഒന്നിച്ചിങ്ങനെ സന്തോഷത്തോടെ ആശംസകൾ പങ്കുവെച്ചുകൊണ്ട് ആ സന്തോഷം പങ്കിടാം. അതിനായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. വാർത്തകളിൽ നിന്ന് നമ്മൾ പതിവ് പോലെ ഒരു ചെറിയ ഇടവേള എടുത്ത് പോവുകയാണ് പോലീസ് പെട്രോളിലേക്ക്.